സമസ്തയും ലീഗും തമ്മിലുള്ള ബന്ധം നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. മുസ്ലിം ലീഗിൻ്റെ ശക്തി സമസ്തയാണ്. മുസ്ലിം ലീഗിൻ്റെ ചോരയും നീരും സമസ്തയാണെന്ന് പറയാം. മുസ്ലിം ലീഗ് പ്രവർത്തകന്മാരിൽ അധികവും ബഹുഭൂരിപക്ഷവും സമസ്തയിൽ അംഗങ്ങളാണ്. സമസ്തയിലെ അംഗങ്ങളില്ലെങ്കിൽ ലീഗിന് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ സമസ്തയുടെ നിലപാടുകൾ പല കാലത്തും ലീഗിന് നിർണായകവുമാണ്. നമുക്ക് കഴിഞ്ഞ 2-3 ആഴ്ചത്തെ സംഭവവികാസങ്ങൾ പരിശോധിച്ച് പോയിക്കഴിഞ്ഞാൽ ലീഗിന് അത്ര ശുഭകരമായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ലീഗിൻ്റെ തന്നെ പല നേതാക്കൾ സമസ്തയെ പലപ്പോഴായിട്ട് അപമാനിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ പരസ്യമായിട്ട് നടത്തുന്നുണ്ട്. ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള PM സലാം പരസ്യമായിട്ട് ഇത്തരം നിലപാടുകൾ എടുക്കുന്നുമുണ്ട്. അത് തന്നെ സമസ്തയ്ക്കുള്ളിൽ കാര്യമായിട്ട് ചർച്ച ആയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ലീഗ് കാര്യമായിട്ട് ഭയാശങ്കയിലാണ്. ആ സമയത്താണ് ഉമ്മർ ഫൈസി മുക്കം വ്യക്തമായിട്ട് നിലപാട് പറഞ്ഞത്. ഇടതുപക്ഷത്തെ മാത്രം വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ എന്ന് ഉമ്മർ ഫൈസി മുക്കം വ്യക്തമായിട്ട് പരസ്യമായിട്ട് നിലപാട് പറഞ്ഞതോടെ ലീഗിന് കാര്യം കുറച്ചുകൂടെ പന്തി അല്ല എന്ന് മനസ്സിലായി. അതിനെ കവർ ചെയ്യാൻ, അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി അവർ ഒരുപാട് ശ്രമങ്ങൾ നടത്തി. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ശ്രമമാണ് ബഹാവുദ്ദീൻ നദ്വിയെ കൊണ്ട്, സമസ്തയിലെ മുഷാവറ അംഗമായിട്ടുള്ള ബഹാവുദ്ദീൻ നദ്വിയെ കൊണ്ട് പരസ്യമായിട്ട് ഒരു പ്രസ്താവന നടത്തിച്ച് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രസ്താവന. പക്ഷെ ആ പ്രസ്താവന കൊണ്ടും കാര്യങ്ങളൊന്നും മുന്നോട്ട് പോയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനകത്തും ലീഗ് തോറ്റു പോവുകയാണ് ചെയ്തത്. ലീഗ് ഇങ്ങനെ തുടർച്ചയായിട്ട് സമസ്തയുടെ നിലപാട് ബന്ധപ്പെട്ട് സമസ്തയുടെ നിലപാടുകളും സമസ്തയെ ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ലീഗ് പുറമോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലീഗിന് വ്യക്തമായ സത്യമായിട്ടുള്ളൊരു നിലപാട് എടുക്കാൻ സാധിക്കുന്നില്ല. ഇതിനെക്കുറിച്ച് KT ജലീൽ MLA വ്യക്തമായിട്ട് ഒരു നിലപാട് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഒരു ഫേസ്ബുക്ക് കുറിപ്പായിട്ടാണ് ഈ കാര്യം പറഞ്ഞിട്ടുള്ളത്. അതിൽ ജലീൽ പറഞ്ഞിങ്ങനെയാണ്: സമസ്തയെ ലീഗിൻ്റെ അടിമയാക്കരുത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ചെമ്മാട് ദാറുൽ ഹുദ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറാണ് ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വി എന്നാണ് ഞാൻ കരുതിയിരുന്നത്. അദ്ദേഹത്തിൻ്റെ സമീപകാലത്തെ ചില FB പോസ്റ്റുകൾ കണ്ടപ്പോഴാണ് മുസ്ലിം ലീഗിൻ്റെ സൈബർ പോരാളികൾ നടത്തുന്ന വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയുടെ ചാൻസലർ കൂടിയാണ് അദ്ദേഹമെന്ന് മനസ്സിലായത്. വഖഫ് ബോർഡിൻ്റെ പുതിയ ചെയർമാനായ പൊന്നാനി പെരുമ്പടപ്പ് സ്വദേശിയായ അഡ്വക്കേറ്റ് മുഹമ്മദ് സക്കീർ ചാർജ് എടുത്ത സന്ദർഭത്തിൽ ബഹാവുദ്ദീൻ സാഹിബ് തൻ്റെ FB പേജിൽ ഒരു കുറിപ്പ് എഴുതിയിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞത് നിരീശ്വരവാദിയായ വ്യക്തിയാണ് സക്കീർ എന്നാണ്. നാട്ടിലുണ്ടെങ്കിൽ വെള്ളിയാഴ്ചകളിലെല്ലാം പുത്തമ്പള്ളി ജാറം ഉൾക്കൊള്ളുന്ന മസ്ജിദിലാണ് മുഹമ്മദ് സക്കീർ ജുമാക്ക് പോവാറ്. നദ്വിയുടെ കുറിപ്പിട്ടതിന് ശേഷമുള്ള വെള്ളിയാഴ്ചയും അദ്ദേഹം പുത്തമ്പള്ളിയിലാണ് ജുമാ കൂടിയത്. ജുമായ്ക്ക് ശേഷം തൻ്റെ നാട്ടുകാരായ വിശ്വാസികളെ അദ്ദേഹം അഭിസംബോധന ചെയ്യുകയും ചെയ്തു. വിശ്വാസിയായ ഒരാളെ അവിശ്വാസിയാക്കിയ ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വി തൻ്റെ അബദ്ധം തിരുത്തുകയോ അഡ്വക്കേറ്റ് സക്കീറിനോട് ക്ഷമാപണം നടത്തുകയോ ചെയ്തതായി അറിവില്ല. പാർലമെൻറ്റിലേക്ക് ഇലക്ഷൻ നടക്കുന്നതിന് തൊട്ട് തലേ ദിവസം ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വിയുടെ ഒഫീഷ്യൽ FB പേജിൽ CPM-നെ BJP-യെ സമീകരിച്ച് ഒരു പോസ്റ്റ് വായിക്കാനിടയായി. അധികാരത്തിലെത്തിയാൽ എന്തും ചെയ്യാൻ മടിക്കാത്തവരാണ് കമ്മ്യൂണിസ്റ്റുകാർ എന്നാണ് ഡോക്ടർ നദ്വി അതിൽ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്. കോൺഗ്രസും RSSും മാധ്യമങ്ങളും മുഴുവൻ എതിർത്തിട്ടും മലപ്പുറം ജില്ല രൂപീകരിക്കാൻ 1967 സഖാവ് EMS കാണിച്ച ഇച്ഛാശക്തി സമാനതകളില്ലാത്തതാണ്. EMS എന്ന കമ്മ്യൂണിസ്റ്റുകാരൻ നേതൃത്വം നൽകിയ മന്ത്രിസഭ തന്നെയാണ് മുത്തശ്ശിപത്രങ്ങളുടെ എതിർപ്പുകൾക്ക് പുല്ലുവില കൽപ്പിച്ച് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യാഥാർത്ഥ്യമാക്കിയതും. ലീഗിൻ്റെ പച്ചക്കൊടിക്ക് പാകിസ്ഥാൻ പതാകയുമായ സാമ്യത ആരോപിച്ച് ഉത്തരേന്ത്യയിൽ സംഘികൾ പ്രചാരണം നടത്തുന്നുവെന്നതിൻ്റെ പേരിൽ ഹരിത പതാകയ്ക്ക് രാഹുൽ ഗാന്ധി വരുന്ന ഇടങ്ങളിൽ നിരോധനം ഏർപ്പെടുത്തിയത് ലീഗുകാരനായ ഡോക്ടർക്കും അറിയാമല്ലോ. അതേ അർദ്ധ ചന്ദ്ര നക്ഷത്രാങ്കിത ഹരിത പതാക കമ്മ്യൂണിസ്റ്റുകാരുടെ ചെങ്കൊടിയുമായി കൂട്ടിക്കെട്ടിയാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ആദ്യമായി മുസ്ലിം ലീഗ് അധികാരത്തിലേറിയത്. CH അഹമ്മദ് ഗുരുക്കളും മന്ത്രിമാരായത് ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ മുഖ്യമന്ത്രിക്ക് കീഴിലാണ്. റഷ്യയിലെ മുസ്ലിം പണ്ഡിതന്മാരെ കൊന്ന ശേഷമായിരുന്നല്ലോ ലീഗ് കമ്മ്യൂണിസ്റ്റ് സഖ്യം അരങ്ങേറിയത്. ലീഗ് നേതാവ് ജാഫർ ഖാൻ ഡെപ്യൂട്ടി സ്പീക്കറായതും 2ാം EMS മന്ത്രിസഭയുടെ കാലത്താണ്. 2010 നഷ്ടപ്പെട്ടു പോകുമായിരുന്ന അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ ഓഫ് ക്യാമ്പസ് പെരിന്തൽമണ്ണയിൽ 350 ഏക്കർ ഭൂമി വില കൊടുത്ത് വാങ്ങി സ്ഥാപിച്ചത് 2006 കമ്മ്യൂണിസ്റ്റുകാരനായ VS നേതൃത്വം നൽകുന്ന മന്ത്രിസഭയുടെ കാലത്താണ്. മലബാറിലെ മാപ്പിളമാർ ഉൾപ്പെടെയുള്ള കുടിയാന്മാർക്ക് കുടിയൊഴിപ്പിക്കൽ നിരോധന നിയമം പാസാക്കിയും ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവന്നും കൃഷി ചെയ്യുകയും കുടിലുകെട്ടി താമസിക്കുകയും ചെയ്തിരുന്ന മണ്ണിൻ്റെ ഉടമസ്ഥാവകാശം നൽകി അവരെ സ്വത്വബോധമുള്ളവരാക്കിയാണ് 1ാം EMS സർക്കാരാണ്. കേരള സർവീസ് ആൻഡ് സബോർഡിനേറ്റ് റൂൾസ് 1968 നടപ്പിലാക്കി മുസ്ലിങ്ങളാദ്യ പിന്നോക്ക വിഭാഗങ്ങൾക്ക് സംസ്ഥാന സർക്കാർ ജോലികളിൽ നിശ്ചിത ശതമാനം സംവരണം ഉറപ്പുവരുത്തിയതും കേരളത്തിലെ പ്രഥമ കമ്മ്യൂണിസ്റ്റ് സർക്കാർ നാട് ഭരിക്കുമ്പോഴാണ്.
ഭൂമി വളർന്നാലും ആകാശം ഇടിഞ്ഞു വീണാലും CPM ഒരു കാര്യം നടത്താൻ തീരുമാനിച്ചാൽ അത് നടത്തിയിരിക്കും. ആ ധൈര്യത്തിൻ്റെ പുറത്താണ് അധസ്ഥിതരും ന്യൂനപക്ഷങ്ങളുമായി കോടിക്കണക്കിന് വരുന്ന മനുഷ്യർക്ക് ജീവിക്കാനുള്ള ധൈര്യം കിട്ടിയത്. പാകിസ്ഥാൻ ചാരന്മാരെന്ന സവർണ കോൺഗ്രസ്സുകാരുടെ വിളിപ്പേരിൽ നിന്ന് പാവം ലീഗുകാർക്ക് മുക്തി കിട്ടിയത്. സാധാരണക്കാരെ മദ്രസ അധ്യാപകർക്ക് ആദ്യമായി ക്ഷേമനിധി ഏർപ്പെടുത്തിയ കമ്മ്യൂണിസ്റ്റുകാരനെ പാലൊളി മുഹമ്മദ് കുട്ടിയെ താങ്കൾ മറന്നാലും പാവം മൂവല്ലിമുകൾ മറക്കില്ല. പൗരത്വ ഭേദഗതി നിയമത്തിലൂടെ ഇന്ത്യയിൽ ജീവിക്കുന്ന ലക്ഷക്കണക്കിന് നിരാലംബരായ മുസ്ലിങ്ങളെ രണ്ടാം തരം പൗരന്മാരാക്കി മാറ്റാൻ മോദി സർക്കാർ ശ്രമിക്കുമ്പോൾ അതിനെതിരെ നെഞ്ചു വിരിച്ച് പ്രതിരോധം തീർത്ത പിണറായി വിജയന് മുസ്ലിം വിരുദ്ധനെന്ന് മുദ്ര കുത്താൻ ഡോക്ടർ ബഹാവുദ്ദീൻ താങ്കൾക്ക് എങ്ങനെയാണ് കഴിഞ്ഞത്? കേരളത്തിൽ NRC ദേശീയ പൗരത്വ രജിസ്റ്റർ നടപ്പിലാക്കില്ലെന്നും രേഖകളില്ലാത്തവരെ താമസിപ്പിക്കാനുള്ള തടങ്കൽ പാളയങ്ങൾ സംസ്ഥാനത്ത് നിർമ്മിക്കില്ലെന്നും 10,000ങ്ങളെ സാക്ഷിയാക്കി പ്രഖ്യാപിച്ചതാണോ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ചെയ്ത മഹാ അപരാധം? മുസ്ലിം ഭരണം നിലനിന്ന രാജ്യങ്ങളിൽ കൊല ചെയ്യപ്പെട്ടതിന് 10-1 പണ്ഡിതർ ലോകത്തിലെ മറ്റ് രാജ്യങ്ങളെല്ലാം കൂടി വധിക്കപ്പെട്ടിട്ടുണ്ടോ? തൻ്റെ കുറിപ്പുകളിൽ ചില പ്രാദേശിക സ്ഥലങ്ങളിലെ പള്ളി മദ്രസകളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ എണ്ണിപ്പറയുന്നത് കണ്ടു. വഖഫ് ട്രിബ്യൂണലിൽ കേരളത്തിലെ നൂറുകണക്കിന് പള്ളികളുമായും മദ്രസകളുമായും മതസ്ഥാപനങ്ങളുമായും ബന്ധപ്പെട്ടുള്ള കേസുകൾ നടക്കുന്നുണ്ട്. അതൊന്നും ഉണ്ടാക്കിയത് സഖാക്കളല്ല, സാക്ഷാൽ മുസ്ലിം ലീഗുകാരാണ്. മനുഷ്യരക്തം വീഴ്ത്തി പള്ളികളിലെ അകത്തളങ്ങൾ അശുദ്ധമാക്കിയത് കമ്മ്യൂണിസ്റ്റുകാരല്ല, താങ്കളുടെ പാർട്ടിക്കാരെ പച്ചക്കൊടിയുടെ വാഹകരാണ്. ഒരു സംവാദത്തിന് തയ്യാറുണ്ടെങ്കിൽ തെളിവുകൾ സഹിതം അങ്ങയുടെ മുന്നിൽ നിരത്താൻ ഞാൻ ഒരുക്കമാണ്. സ്ഥലവും തീയതിയും സമയവും അങ്ങ് നിശ്ചയിച്ചോളും. താങ്കൾക്ക് ലീഗ് രാഷ്ട്രീയത്തോട് ആഭിമുഖ്യമുണ്ടെങ്കിൽ അത് തുടർന്നോളും, യാതൊരു തെറ്റുമില്ല. സമസ്തയിലെ മറ്റുള്ളവർക്കും അവരുടെ രാഷ്ട്രീയ ആഭിമുഖ്യം പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം അങ്ങ് അനുവദിച്ചു കൊടുക്കണം. ഡോക്ടർ ബഹാവുദ്ദീൻ സാഹിബിനെ പോലുള്ള ഒരു പണ്ഡിത ശ്രേഷ്ഠൻ കൊണ്ടോട്ടി പച്ചപ്പടയുടെ അഡ്മിനാവരുത്. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി തങ്ങളോ ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി സാഹിബോ ഇന്നോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ ഉയർത്താത്ത ചരിത്ര വിരുദ്ധമായ വാദമുഖങ്ങളാണ് താങ്കൾ ഉയർത്തിയത്. അതിനോട് ലീഗിൻ്റെ വകതിരിവുള്ള ഒരു നേതാവും യോജിക്കില്ല. ലോകാവസാനം വരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ലീഗ് സഖ്യം ചെയ്യില്ലെന്ന് ആണിയിട്ട് പറയാൻ നദ്വി സാഹിബെ അങ്ങേക്ക് പറ്റുമോ? സഖ്യകക്ഷി അല്ലാതിരുന്നിട്ടും ലീഗിൻ്റെ പച്ചക്കൊടിക്ക് പാകിസ്ഥാൻ പതാകയുമായി ബന്ധമില്ലെന്ന് വളച്ചുകെട്ടില്ലാതെ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ് കോടിയേരി ബാലകൃഷ്ണന്റെ വാക്കുകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അതൊന്ന് കേൾക്കുക. അത്തരക്കാരെ എന്തിന് തള്ളിപ്പറയണം? അവരെ എന്തിന് ശത്രുപക്ഷത്ത് നിർത്തണം? ഫാസിസ്റ്റ് വേട്ടയിൽ ഒരുമിച്ച് നിൽക്കേണ്ടവരാണ് കമ്മ്യൂണിസ്റ്റുകാരും മുസ്ലിങ്ങളും ക്രൈസ്തവരും. ദയവ് ചെയ്ത് താങ്കൾ തലമറന്ന് എണ്ണ തേക്കരുത്. ലീഗും ദീനും കൂട്ടിക്കുഴയ്ക്കരുത്. സമസ്തയെ ലീഗിൻ്റെ അടിമയാക്കരുത്. നാഥനെ ഭയപ്പെടുക എന്ന് പറഞ്ഞാണ് അതിൻ്റെ കുറിപ്പ് അവസാനിക്കുന്നത്. സമസ്തയെ ലീഗിൻ്റെ അടിമയാക്കരുത്. വ്യക്തമായിട്ട് അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭകൾ അങ്ങ് 1956 EMS അധികാരത്തിൽ ഏറിയതിനു ശേഷം ഈ 2021 പിണറായി വിജയൻ അധികാരത്തിൽ സമയത്തുള്ള എല്ലാ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭകളും മുസ്ലിം സമൂഹത്തിന് അനുകൂലമായിട്ട് മാത്രമേ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളൂ. അവരെ ആക്രമിക്കാനോ അവരെ വേട്ടയാടാനോ അവർ പോയിട്ടില്ല. മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് എണ്ണി വ്യക്തമായിട്ട് KT ജലീൽ പറയുന്നുണ്ട്. മാത്രമല്ല, മുസ്ലിം ലീഗ് എവിടേക്കാണോ സമുദായത്തിന് വ്യക്തമായിട്ട് പണി കൊടുത്തതെന്ന് വ്യക്തമായിട്ട് ജലീൽ പറയുന്നുണ്ട്. വേണമെങ്കിൽ ഒരു സംവാദത്തിന് തയ്യാറാണെങ്കിൽ ഞാൻ വെല്ലുവിളിക്കുന്നു, ഞാൻ വരാൻ തയ്യാറാണെന്ന് വ്യക്തമായിട്ട് ജലീൽ ബഹാവുദ്ദീൻ നദ്വിയോട് പറയുന്നുമുണ്ട്. അങ്ങനെ വ്യക്തമായിട്ടാണ് കാര്യങ്ങൾ KT ജലീൽ പറഞ്ഞിട്ടുള്ളത്. ലീഗിനെ സമസ്ത ലീഗിൻ്റെ അടിമയാക്കരുതെന്ന് വ്യക്തമായിട്ട് അദ്ദേഹം എഴുതിയിട്ടുമുണ്ട്.